ഹലോ, അപ്പോൾ ഈ ക്രീമി പാലക് പാസ്ത ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു സ്പൂണിൻ്റെ അടുത്ത് ഉപ്പ്, ഒരു സ്പൂണിൻ്റെ അടുത്ത് വെളിച്ചെണ്ണ അല്ല കേട്ടോ എടുത്തിട്ട് അതിലേക്ക് ഞാനിവിടെ 1 കപ്പ് പെന്നെ പാസ്തയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്ത ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ വെള്ളം വരുന്നത് ഈ പാസ്ത വേവാൻ പാകത്തിന് വെള്ളമാണ്. അത് നമുക്ക് വെന്ത് വരുമ്പോഴത്തേക്കും പച്ചക്കറി അരിയാം. ആദ്യം തന്നെ ഒരു മീഡിയം സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മീഡിയം തക്കാളി എടുത്തിട്ടുണ്ട്. ഇതൊന്നും ചെറുതായി അരിയേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൽമുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പാസ്ത ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട്. വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പാസ്ത എടുത്തിട്ട് ആ തവിയും കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ വിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ വെന്തു എന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് വെക്കാം കേട്ടോ. ഞാൻ ഈ സെയിം പാത്രത്തിൽ തന്നെയാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യണത്. അപ്പോൾ നമുക്ക് ഈ പാസ്ത ഒന്ന് ഊറ്റിയെടുക്കാവേ. ഈ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം അതിലേക്ക് ഇട്ടു. പിന്നെ ഞാനിവിടെ ആവശ്യത്തിന് ഇത്തിരി കൂടി ഒരു ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ 6 എണ്ണം വീതം ബദാമും കശുവണ്ടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 50 ഗ്രാമിൻ്റെ അടുത്ത് പനീർ ഇട്ടിട്ടുണ്ട്. ഈ പനീറും നട്ട്സും ആണ് കേട്ടോ നമ്മുടെ ഇതിന് ക്രീമി ടെക്സ്ചർ തരുന്നത്. പിന്നെ ഇതിലേക്ക് ഞാനൊരു സ്പൂണിൻ്റെ അടുത്ത് ഒറിഗാനോ ഇട്ടിട്ടുണ്ട്. പിന്നെ മെയിനായിട്ടുള്ള പാലക്ക് ചീര ഞാനൊരു 2 പിടി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതലോ കുറവോ ഇടാം കേട്ടോ. പിന്നെ അത് നല്ലപോലെ ഒന്ന് ഇളക്കി അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ പച്ചമണം പോകുന്ന വരെ, എല്ലാത്തിൻ്റെ പച്ചമണം പോകുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് തണുത്തിട്ട് നമുക്ക് ഈ സെയിം സാധനങ്ങളെല്ലാം ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് അതേ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് ഇത് അരച്ച് വെച്ചത് നല്ലപോലെ ചേർത്ത് വയ്ക്കാം. ഇതിൻ്റെ മെയിൻ ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പാത്രമൊന്നും കഴുകണ്ട. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമുക്ക് മെയിൻ മടി വരുന്നത് കുറേ പാത്രങ്ങൾ കഴുകാൻ വരുന്നതാണ്. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു സ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി, അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടേ കുറയ്ക്കേ ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു സ്പൂണിൻ്റെ അടുത്ത് ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പാസ്ത ഇതിലിട്ട് നല്ലപോലെ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പാസ്ത റെഡി ആയിട്ടോ. പിന്നെ അത് ഇത്തിരിയും കൂടി മോടി പിടിപ്പിക്കാൻ ലാസ്റ്റ് ലേശം ചീസ് അതിൻ്റെ മേലെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സാധനം റെഡി ആയിട്ടോ. അപ്പോൾ നല്ല ചൂടോടെ തന്നെ ചീസ് പുള്ളോട് കൂടി ഇത് അങ്ങോട്ട് കഴിച്ചോളൂ കേട്ടോ. ചൂടോടെ കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ് വരുന്നത്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് പറയാനും മറക്കരുത് കേട്ടോ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.